സ്ക്രീൻ കാണാലോ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അൾട്രാസോണിക് ടെസ്റ്റിംഗുമായി ബന്ധപ്പെടുന്ന കുറച്ച് ബേസിക് ഫിസിക്സ് ആണ്. അൾട്രാസോണിക് സൗണ്ട്, ആക്ച്വലി സൗണ്ട് വേവ് അല്ലെങ്കിൽ വേവ് എന്ന് വെച്ചാൽ എന്താ സംഭവം? ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ? അതെങ്ങനെയാ കേൾക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് എങ്ങനെയാ നടക്കുന്നത്? വേവ് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്ക് കുറച്ച് ഇതായിപ്പോ ഇപ്പാണ് കേട്ടത്. മോനെ ഉത്തരം പറയുന്നു. ഓക്കെ, 14 and 25 ആബ്സെന്റ്. അതവിടെ കേട്ടെ, ലാസ്റ്റ് പറയാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. എന്താ ഒരു വേവ് എന്ന് വെച്ചാ? ടൈമിനനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും ചേഞ്ച് ചെയ്യുന്ന മീഡിയം. ആംപ്ലിറ്റ്യൂഡും ഈ പറയുന്ന വേവ് ലെങ്ത് ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്റെ ചോദ്യം ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഞാനിപ്പോ സംസാരിക്കുന്നു അല്ലെ, നിങ്ങൾ ഈ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കും അല്ലെ? നമ്മള് ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോ എന്റെ എന്താ പറയാ, എന്റെ സൗണ്ട് അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൗണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത് എന്തെങ്കിലും പുതിയ ഫോം ആയിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളുടെ ഇടയിലുള്ള മീഡിയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നോണ്ടാണോ? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? മീഡിയത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നതാണ്. ഡിസ്റ്റർബൻസ് ഓക്കെ, ഏതാണ്ട് ഓക്കെയാണ്. എങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെയും നിങ്ങളുടെ ഇടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് അല്ലെ? അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എന്റെ ഇടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോ എന്റെ എന്താ പറയാ, ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന എന്തോ എഫക്റ്റ് കാരണം ഈ എയറിന് എന്തുണ്ടാവും? ഒരു വൈബ്രേഷൻ ഉണ്ടാവും അല്ലെ? അല്ലേടാ, വൈബ്രേഷൻ. ആ വൈബ്രേഷനല്ലേ നമ്മൾ വേവ് എന്ന് പറയുന്നത്. ആക്ച്വലി പിന്നെ വൈബ്രേഷൻ രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ച വേവുകളുണ്ട്. നമുക്കറിയാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ ഷിയർ വേവും ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് വേവ് ഏതൊക്കെ അറിയാമോ? ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഉണ്ട്. എന്താ ഈ ട്രാൻസ്വേഴ്സ് വേവ്? എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? ഞാൻ പറഞ്ഞു, മീഡിയം അല്ലെങ്കിൽ എയറിൽ ഉണ്ടാവുന്ന വൈബ്രേഷനാണ് നമ്മൾ വേവ് എന്ന് പറയാം അല്ലെ? ഇപ്പൊ വേവ്, ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വേവ് ഉണ്ട്, അതെന്ത് വേവാണ്? ട്രാൻസ്വേഴ്സ് വേവ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വേവിന്റെ മോഷന് ട്രാൻസ്മിഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഇവിടെ വരയ്ക്കാം. ഈ ഫിഗറില് ഞാൻ ഇവിടെ ഉള്ളതെന്ന് വെച്ചോ, എന്റെ വായിന്ന് വരുന്ന ശബ്ദം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ സൗണ്ടിനെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാ, ഇങ്ങോട്ടേക്കാണ് അല്ലെ? ഈ ഒരു ഡയറക്ഷനിലാണ് എന്റെ സൗണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ സൗണ്ട് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാ. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ, എന്റെയും നിങ്ങളുടെ ഇടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. എയർ എന്ന് പറഞ്ഞാൽ കുറെ മോളിക്യൂൾസ് അടങ്ങിയതാണ് എയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് സൗണ്ട് വേവ് പുറപ്പെടുവിക്കുമ്പോൾ, ഇവിടെ നിന്നിട്ട് ഞാൻ സൗണ്ട് വേവിന് അല്ലെങ്കിൽ ഒരു സൗണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, എന്റെയും നമ്മുടെ കേൾക്കുന്ന നിങ്ങളുടെയും ഇടയിലുള്ള എയർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ? ഈ എയർ മോളിക്യൂൾസിന് ഒരു വൈബ്രേഷൻ കിട്ടും. ആ വൈബ്രേഷൻ ആണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പൊ ആ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല്, പ്രൊപ്പഗേഷൻ ഡയറക്ഷന്
പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വൈബ്രേഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെയുള്ള മോളിക്യൂൾസ് ഒക്കെ മേലോട്ടേക്കും താഴോട്ടേക്കും മേലോട്ടേക്കും താഴോട്ടേക്കും ഈ ഒരു ഡയറക്ഷനിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെയുള്ള മോളിക്യൂൾ ആണെങ്കിൽ താഴോട്ടേക്കും മേലോട്ടേക്കും ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ, അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഫിഗർ അല്ലെങ്കിൽ ഈ കാണുന്ന വേവ് ഫോം. വേറൊരു വേവ് ഫോം ഉണ്ട്, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ വൈബ്രേഷൻ നടക്കുന്ന വേവ് ഫ്രണ്ടും ഉണ്ട് അല്ലെ വേവ് ഫോംസും ഉണ്ട്. അതായത് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു, ഇവിടെയാണ് നിങ്ങൾ ഒബ്സർവർ ഉള്ളത്, ഞാൻ ഇവിടുന്ന് നിങ്ങളെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്റെ സൗണ്ട് വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഇതിനിടയിലുള്ള എയർ മോളിക്യൂൾസ്, ഒരുപാട് എയർ മോളിക്യൂൾസ് ഉണ്ട്. ഞാനിവിടെ ഡോട്ട് ഇതായിട്ട് കാണിച്ചിരിക്കുന്ന ഓരോ ഡോട്ടും ഓരോ എയർ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ എയർ മോളിക്യൂൾസ് ഉണ്ട്. ഇവരെങ്ങനെ വൈബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതേ ഡയറക്ഷനിലേക്ക് തന്നെ, പ്രൊപ്പഗേഷൻ ഡയറക്ഷനിലേക്ക് തന്നെ വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും, അപ്പോൾ അടുത്ത മൊമെന്റിൽ തിരിച്ച് ബാക്കോട്ടേക്കും. അതായത് ഈ മോളിക്യൂൾസ് ഒക്കെ ഈ ഫ്രണ്ട് ബാക്ക് ഈ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു വേവ് ഫോം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് മോളിക്യൂൾസ് ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഒരു തവണ മേലോട്ട് പോകും, അടുത്ത തവണ താഴോട്ട് വരും. അപ്പ് ആൻഡ് ഡൗൺ, അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരുന്നു. രണ്ടാമത്തെ കേസിനാണ് പറഞ്ഞത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പാരലൽ വൈബ്രേഷൻ നടക്കുന്നത്. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. ഇതല്ലാതെ വേറെയും വേവ് ഫോംസ് ഉണ്ട്, നമുക്ക് അത് പഠിക്കാം, ഈ മൊഡ്യൂളിൽ തന്നെ അത് പഠിക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ വേവിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഏത് വേവ് ഫോം ആയാലും, ഈ പറഞ്ഞ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ വൈബ്രേഷൻ ആണെങ്കിലും പാരലൽ ഡയറക്ഷൻ വൈബ്രേഷൻ ആണെങ്കിലും, അതിലൊക്കെ വേവിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ദാറ്റ് ഈസ് വേവ് ലെങ്ത്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് പോവാം. വാട്ട് ഈസ് വേവ് ലെങ്ത്? വാട്ട് ഈസ് വേവ് ലെങ്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two consecutive parts in a wave. ഒരു വേവ് ഇപ്പൊ ഇവിടെ കാണിച്ച വേവില് നമുക്കറിയാം ക്രസ്റ്റും ഉണ്ട് ട്രഫും ഉണ്ട്. എന്താ ക്രസ്റ്റ്? ഈ ഹിപ്പുകളെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം അല്ലെ. പോസിറ്റീവ് ആക്സിസിലുള്ള ഈ ഹിപ്പുകളെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. അതേപോലെ നെഗറ്റീവ് ആക്സിസിലുള്ളതിനെ, ഈ ഡിപ്സിനെ നമ്മൾ ട്രഫ് എന്ന് പറയും. ടു അഡ്ജസന്റ് ക്രസ്റ്റ്, അതായത് ഈ ക്രസ്റ്റിലെ ഈ പോയിന്റ് നിന്നാണ് ഞാൻ മെഷർമെന്റ് തുടങ്ങുന്നതെങ്കിൽ, ക്രസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാണ് മെഷർമെന്റ് തുടങ്ങുന്നതെങ്കിൽ, അടുത്ത അഡ്ജസന്റ് ക്രസ്റ്റിലെ അതേ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം അല്ലെ? അല്ലേടാ? അപ്പൊ എനിക്ക് വേവ് ലെങ്ത് വേണമെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ക്രസ്റ്റിന്റെ സെന്റർ പോയിന്റ് ടു അടുത്ത ക്രസ്റ്റിന്റെ അഡ്ജസന്റ് ക്രസ്റ്റിന്റെ സെന്റർ പോയിന്റ്, അതായത് സെയിം പോയിന്റിലേക്കുള്ള ഒരു ക്രസ്റ്റിന്റെ ഏത് പോയിന്റ് നിന്നാണോ മെഷർമെന്റ് തുടങ്ങിയത് അതേ അഡ്ജസന്റ് ക്രസ്റ്റിലെ അതേ പോയിന്റിലേക്കുള്ള ലെങ്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. ക്രസ്റ്റിൽ മാത്രമാണോ വേവ് ലെങ്ത് ഉള്ളത്? ട്രഫിലും ഇതേപോലെ നമുക്ക് മെഷർ ചെയ്തൂടെ? ടു അഡ്ജസന്റ് ട്രഫിലെ സെയിം പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയും നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംപ്ലിറ്റ്യൂഡ്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? എന്താ ആംപ്ലിറ്റ്യൂഡ്? എന്താ? ഹലോ ഹലോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു വേവ് കംപ്ലീറ്റ് ആവുക? അല്ലെ ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഫും ഒരു ക്രസ്റ്റും കൂടി കംപ്രൈസ് ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ വേവ് ആകുന്നത്. ഇവിടെ ഇപ്പോ നമ്മള് ട്രഫിലാ സ്റ്റാർട്ട് ചെയ്ത്, സോ ഒരു കംപ്ലീറ്റ് ട്രഫും ഒരു കംപ്ലീറ്റ് ക്രസ്റ്റും, ഇതല്ലേ ഒരു ഫുൾ വേവ്? ഇനി ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ക്രസ്റ്റിന്റെ ഹൈറ്റ്. ക്രസ്റ്റ് ടു അല്ലെങ്കിൽ ട്രഫിന്റെയോ പീക്ക്. എടാ ക്രസ്റ്റ് ടു ട്രഫ് ഹൈറ്റിനെയല്ലേ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. വേവ് ലെങ്ത് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ എത്ര വേവ് പ്രൊഡ്യൂസ് ഫോം ചെയ്തിട്ടുണ്ട്, അതാണ് ആ വേവിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് കൺസിഡർ ചെയ്യുന്നു. ആ ഒരു സെക്കൻഡിൽ എത്ര കംപ്ലീറ്റ് വേവ് ജനറേറ്റ് ചെയ്തു? ഇപ്പോ
ഒരു സെക്കൻഡിൽ ഒരു വേവ് മാത്രമേ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതായത് നമ്മൾ ഒരു സെക്കൻഡ് മെഷർമെന്റിൽ എത്ര വേവ് ജനറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. ദെൻ ടൈം പീരീഡ്, ടൈം ടു കവർ 1 വേവ് ലെങ്ത്. അതൊരു 1 സൈക്കിൾ അല്ലെ, ഒരു 1 കംപ്ലീറ്റ് വേവ് ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം അല്ലെ. ഇത് ഇവിടെ ഇപ്പൊ നമുക്കൊരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഒരു ക്രസ്റ്റും കൂടി ജനറേറ്റ് ചെയ്തത്. ഈ ഒരു വേവ് ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഈ വേവിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ? ഫ്രീക്വൻസി ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്. 1 ബൈ ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. അതായത് ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് വേവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ളത്. ദെൻ ഇനി നമ്മളെ ഈ മെത്തേഡ് അല്ലെങ്കിൽ ടെസ്റ്റിംഗുമായി ബന്ധപ്പെടുന്ന കുറച്ച് ബേസിക് ഫിസിക്സും കൂടി നമുക്ക് നോക്കാനുണ്ട്. വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി? സെൻസിറ്റിവിറ്റി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട്. സെൻസിറ്റിവിറ്റി NDT-യിൽ ടെസ്റ്റിംഗ് മെത്തേഡുകളുടെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ക്രാക്കിന്റെ സൈസിനെ റെഫർ ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ എബിലിറ്റി ടു ലൊക്കേറ്റ് സ്മോൾ ഡിഫക്ട്സ്. എന്താ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡിഫക്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ഒരു റിലേഷനും കൂടിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. സെൻസിറ്റിവിറ്റി, നമ്മുടെ അൾട്രാസോണിക് ടെസ്റ്റിംഗിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്രാക്കിന്റെ ഏറ്റവും ചെറിയ സൈസിനാണല്ലോ നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഏറ്റവും ഫൈനസ്റ്റ് ക്രാക്കിനെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പോ അൾട്രാസോണിക് സൗണ്ട് വേവ് നമുക്കറിയാം എബോവ് എത്രയാണ്? എബോവ് 20 കിലോ ഹെർട്സ് അല്ലെ. 20 കിലോ ഹെർട്സിലെ മേലെയുള്ളതിനാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ് എന്ന് പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ അൾട്രാസോണിക് സൗണ്ട് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയായിരുന്നു? 0.5 to 10 മെഗാഹെർട്സ്. 0.5 to 10 മെഗാഹെർട്സ് വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് ആണ് അൾട്രാസോണിക് സൗണ്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ അവിടെ 0.5 മെഗാഹെർട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനസ്റ്റ് ക്രാക്കിന്റെ സൈസും അതേപോലെ 10 മെഗാഹെർട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനസ്റ്റ് ഏറ്റവും സ്മോൾ ക്രാക്കിന്റെ സൈസും ഡിഫറെന്റ് ആയിരിക്കും. കാരണം സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്രാക്കിന്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സെൻസിറ്റിവിറ്റി റേഞ്ച് കൂടി വരും. അതായത് വളരെ ചെറിയ ഡിഫക്റ്റുകളെ പോലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ജനറേറ്റ് ചെയ്ത് മെറ്റീരിയലിലേക്ക് അയച്ചാൽ മതി. സോ സെൻസിറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ സെൻസിറ്റിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്. അങ്ങനെയുള്ള കുറച്ച് ടേംസും ഈ റിലേഷൻസ് ഒക്കെ ഓർമ്മ വേണേ. ദെൻ പെനിട്രേഷൻ ഡെപ്ത്. വാട്ട് ഈസ് പെനിട്രേഷൻ ഡെപ്ത് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്? It is the maximum depth where flows can be detected by ultrasonic waves. നമുക്കൊരു വലിയ ലെങ്തി മെറ്റീരിയൽ, വലിയൊരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ വരികയാണ്. ഇതിനകത്തുള്ള ക്രാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഏറ്റവും ബേസിൽ അല്ലെ താഴെയിലാണെന്നുള്ളത് വെച്ചത്. അപ്പൊ ഇത്രയും ഡെപ്തിലുള്ള ക്രാക്കിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് മേലെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ് എന്ത് ചെയ്യണം? അത്രയും താഴേക്ക് ഇറങ്ങിച്ചെല്ലണം അല്ലെ. പെനിട്രേറ്റ് ചെയ്ത്, അതായത് മെറ്റീരിയലിലൂടെ സൗണ്ട് വേവ് പെനിട്രേറ്റ് ചെയ്ത് ഇൻ ഡെപ്ത് പോകണം. ആ ഒരു എബിലിറ്റിയാണ് പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാക്സിമം ഡെപ്ത് വേർ ഫ്ലോസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ അൾട്രാസോണിക് വേവ്സ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസിക്കൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ പെനിട്രേഷൻ ഡെപ്ത് മാറും. അപ്പൊ അത് നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ ഈ ഡെപ്തും പിന്നെ അതേപോലെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷനും നമുക്ക് പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റിൽ. ദെൻ വാട്ട് ഈസ് സ്കാറ്ററിംഗ് ഓഫ് എ വേവ്? സ്കാറ്ററിംഗ് എന്താ? സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പൊതുവെ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ വേവ് ഫോംസ് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനിലാണ് ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
ബട്ട് നമ്മളൊരു മീഡിയം ചേഞ്ച് വരുമ്പോൾ സൗണ്ട് വേവ് ഇപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇനിയല്ല ഒരു ഇംപെർഫെക്റ്റ് മീഡിയത്തിലൂടെയൊക്കെ പിന്നെ സൗണ്ട് വേവ് പാസ് ചെയ്യുമ്പോൾ ഇതിലെ സ്ട്രെയിറ്റ് ലൈൻ പാസേജിന് ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ വരും. അതായത് അവിടുന്ന് എന്താവും ചില മീഡിയത്തിലേക്ക് ചേഞ്ച് ആവുമ്പോൾ ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിന് ചെറിയ മാറ്റങ്ങൾ വരികയും ഒരു ചിന്നിച്ചെതറി, അതാണ് സ്കാറ്ററിങ്. അതിന്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് ചിന്നിച്ചെതറി പോവാന്നുള്ളതാണ്. അപ്പൊ നേരെ പോകേണ്ട സാധനം എന്താ പല ഭാഗത്തേക്ക് തെറ്റിപ്പോകുന്ന അത് ശരിക്കും ഒരു സിഗ്നലിന് വരുന്ന അല്ലെങ്കിൽ ഒരു വേവ് ഫോമിന് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സ്കാറ്ററിംഗ് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, വേവിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ വേവിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊക്കെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. സോ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ വേവ്സ് ട്രാവൽസ് ഇൻ എൻ ഇംപെർഫെക്റ്റ് മീഡിയം ദേ ഡിഫ്ലക്ട് ഫ്രം ദെയർ സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേവ് ഫോംസ് മീഡിയം ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലുള്ള ഇംപെർഫെക്റ്റ്, അതായത് മീഡിയത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ഒരു ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാസേജിന് എന്തുണ്ടാവും, ഒരു വാരിയേഷൻ ഉണ്ടാവും. ആ ഒരു വാരിയേഷൻ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസേജ് പോകേണ്ട സാധനം പല ഭാഗത്തേക്ക് പോവുക, അതിനാണ് സ്കാറ്ററിംഗ് ഓഫ് വേവ് എന്ന് പറയുന്നത്. ദെൻ അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, വലിച്ചെടുക്കുക അല്ലെ, ആഗിരണം ചെയ്യുക എന്നൊക്കെ പറയും മലയാളത്തിൽ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതന്നെ, നമ്മളൊരു ചില വേവിനെ നമ്മൾ ചില മെറ്റീരിയലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ കുറച്ച് വേവിനെ അവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. പ്രോസസ് ബൈ വിച്ച് മെറ്റീരിയൽസ് ടേക്സ് ഇൻ സൗണ്ട് എനർജി. അത് നമ്മളിപ്പോ ഇന്നലെ നമ്മൾ കണ്ട ഫിഗറിൽ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ആ വീഡിയോക്കകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലായിരുന്നു, നമ്മൾ അയക്കുന്ന വേവ് ഫോം നമ്മുടെ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്ത് ബാക്ക് സർഫസിൽ തട്ടി തിരിച്ച് വീണ്ടും പ്രോബിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബാക്ക് വാൾ എക്കോയുടെ ഇന്റൻസിറ്റി കുറഞ്ഞത്. ഓർക്കുന്നില്ലേ, ബാക്ക് വാൾ എക്കോയും ഇനീഷ്യൽ എക്കോയും ഏതിനായിരുന്നു ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ? ഇനീഷ്യൽ. ബാക്ക് വാൾ എക്കോക്ക് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ക്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ കൂടി ബാക്ക് വാൾ എക്കോയുടെ ഇന്റൻസിറ്റി കുറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരു മെറ്റീരിയലിലേക്ക്, ഒരു മീഡിയത്തിലേക്ക് വേവിനെ അയച്ചു കഴിഞ്ഞാൽ ആ മീഡിയം എന്ത് ചെയ്യും, കുറച്ച് വേവിനെ അബ്സോർബ് ചെയ്യും, വേവിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ മെറ്റീരിയൽ ടേക്സ് ഇൻ സൗണ്ട് എനർജി. നമ്മൾ അയക്കുന്ന വേവ് ഫോമിനെ, സൗണ്ട് വേവ്സിനെ കുറച്ച് അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കഴിവ് ചില മെറ്റീരിയൽസിനുണ്ട്. സോ ഈ പാർട്സ് ഓഫ് അബ്സോർബ്ഡ് എനർജി എന്താവുന്നതാണ്, ഇങ്ങനെ അബ്സോർബ് ചെയ്ത എനർജിയെ ട്രാൻസ്മിറ്റഡ് ആസ് ഹീറ്റ് ആൻഡ് പാർട്ട് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ബോഡി. ഞാൻ ഇപ്പൊ പറഞ്ഞു, നമ്മൾ മെറ്റീരിയലിലേക്ക് അയക്കുന്ന വേവ് പകുതി എന്നല്ല, ഒരു ഫ്രാക്ഷൻ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്ത എനർജിയെ മറ്റ് എനർജി ഫോം ആയിട്ട് ഇയാൾ റിലീസും ചെയ്യും. ചിലപ്പോൾ ഹീറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി ഫോമിൽ റിലീസ് ചെയ്യുകയും ചെയ്യും. സോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടിയാണ്. സൗണ്ട് വേവ്സ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ, കുറച്ച് വേവ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയൽ എബിലിറ്റിയാണ് അബ്സോർപ്ഷൻ. അക്കോസ്റ്റിക് ഇമ്പിഡൻസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിന് സിമിലർ വേർഡാണ് അക്കോസ്റ്റിക് ഇമ്പിഡൻസ്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലും റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ട് ഒരു ടേം നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? പോട്ടെ, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വാട്ട് ഈസ് റെസിസ്റ്റൻസ്? Resistance offered to the flow of current. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയെ തടുത്തു വെക്കാനുള്ള മെറ്റീരിയൽ എബിലിറ്റിയാണ് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഫ്ലോയെ തടുക്കാനുള്ള മെറ്റീരിയൽ എബിലിറ്റിയെ ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദാറ്റ്? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടാനുള്ള എബിലിറ്റിയാണ്. തടഞ്ഞു വെക്കാനുള്ള എബിലിറ്റിയെ വേറൊരു പേരാണ് നമ്മൾ പഠിച്ചത്, റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയലിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയൊക്കെ റിമൂവ് ചെയ്താലും കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സിനെ അവർ അവിടെ തന്നെ അബ്സോർവ് ചെയ്യും. അതിനെയാണ് റിട്ടൈൻ ചെയ്യുക. അതുമല്ല, ആറിൽ തന്നെയാണ് ആ വേർഡ് തുടങ്ങുന്നത്. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് റിലക്റ്റൻസ്. യെസ്, റിലക്റ്റൻസ്. മാഗ്നറ്റിക് റിലക്റ്റൻസ് ഇസ് സിമിലർ ടു ഇലക്ട്രിക് റെസിസ്റ്റൻസ്. അതായത് മെറ്റീരിയലിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുമ്പോൾ ആ ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയൽ എബിലിറ്റിയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, മാഗ്നറ്റിക് റിലക്റ്റൻസ്. അതേപോലെ നമ്മുടെ സൗണ്ട് വേവിന്റെ കാര്യത്തിൽ അക്കോസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ അതും സെയിം കൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു മെറ്റീരിയലിലൂടെ സൗണ്ട് വേവിനെ പാസ് ചെയ്യുമ്പോൾ
ആ വേവ് ഫോമിനെ ഒപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയൽ എബിലിറ്റിയാണ് അക്കോസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ ടെസ്റ്റിംഗ് പ്രോബിന്റെയും മെറ്റീരിയലിന്റെ ഇടയിൽ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ജെല്ല് അപ്ലൈ ചെയ്യുന്നത്? കപ്ലന്റ് എയറുമായിട്ട് കോണ്ടാക്ട് കുറയ്ക്കാൻ, എയർ ഗ്യാപ്പ് ഒഴിവാക്കാൻ അല്ലെ. ആ എയർ ഗ്യാപ്പ് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അക്കോസ്റ്റിക് ഇംപിഡൻസ് മിസ്മാച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് പ്രോബിൽ നിന്നും എയറിലേക്ക് വന്ന് എയറിൽ നിന്നും മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഈ അക്കോസ്റ്റിക് ഇംപിഡൻസ് കാരണം കുറച്ച് വേവ് ഒക്കെ ഓപ്പോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ അക്കോസ്റ്റിക് ഇംപിഡൻസ് വളരെ കുറവുള്ള ജെല്ല് പോലെയുള്ള മീഡിയം നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. സോ അക്കോസ്റ്റിക് ഇംപിഡൻസ് ഈസ് ദി റെസിസ്റ്റൻസ് ടു സൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. സൗണ്ട് വേവിന്റെ ട്രാവലിങ്ങിനെ അല്ലെ ആ പ്രൊപ്പഗേഷനെ ഒപ്പോസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അക്കോസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ പറയേണ്ടത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെറ്റീരിയൽ ഡെൻസിറ്റി ആൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. ഞാനിപ്പോ ഒരു മീഡിയത്തിലൂടെ ഒരു സോളിഡ് ബ്ലോക്കിലൂടെ ഈ സൗണ്ട് വേവിനെ പാസ് ചെയ്യണമെങ്കിൽ അതിന്റെ അക്കോസ്റ്റിക് ഇംപിഡൻസ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ഇൻറ്റു നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിന്റെ വെലോസിറ്റി, അതിന്റെ പ്രൊഡക്റ്റ് ആണ് അക്കോസ്റ്റിക് ഇംപിഡൻസ്. നോർമലി ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ Z എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. So Z is equal to rho into V. Rho means density of material. V is the velocity of sound wave. Okay. Then attenuation. ഇതും സിഗ്നലിന് വരുന്ന അല്ലെങ്കിൽ വേവ് ഫോമിന് വരുന്ന മറ്റൊരു ഡിസ്റ്റോഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. വാട്ട് ഈസ് അറ്റോനേഷൻ? അറ്റോനേഷന്റെ ഫിഗർ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പറഞ്ഞോട്ടെ, എന്താണ് അറ്റോനേഷൻ? അറ്റോനേഷൻ എന്താ? സിഗ്നലിന്റെ സ്ട്രെങ്ത് പറഞ്ഞു വേവിന്റെ. ഞാനിപ്പോ ഈ ക്ലാസ് ഞാൻ ഇന്നലെ ഇതേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഹാളിന്റെ ഒരു എൻഡിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. നിങ്ങൾ ആ ഹാളിന്റെ ഏറ്റവും എക്സ്ട്രീം അതർ എൻഡിലാണ് നിങ്ങൾ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പുറപ്പെടുവിക്കുന്ന അത്രയും സൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നേ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? എടാ ഞാന് ഇവിടുന്ന് പുറപ്പെടുവിക്കുന്ന സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ സംസാരിച്ച സൗണ്ട് വേവ് എന്റെ ശരീരത്തിൽ എന്റെ വായിൽ നിന്നും വരുന്ന ഈ സൗണ്ട് വേവ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നതിന്റെ അത്രയും മാക്സിമം ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ സൗണ്ട് വേവ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരുപാട് ലെങ്ത് സൗണ്ട് വേവ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ സൗണ്ട് വേവിന്റെ ഇന്റൻസിറ്റിക്കും അതുപോലെ തന്നെ സൗണ്ട് വേവ്സിന്റെ മറ്റു പ്രോപ്പർട്ടീസിനൊക്കെ കുറച്ച് ഡിസ്റ്റോഷൻസ് സംഭവിക്കും. ചിലപ്പോ ഇതിങ്ങനെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഒരു യൂണിഫോം വേവ് ആണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. അതായത് സെയിം ആംപ്ലിറ്റ്യൂഡ് ത്രൂ ഔട്ട് സെയിം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു യൂണിഫോം വേവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അറ്റനേറ്റഡ് വേവ് നിങ്ങൾ നോക്കാം, ഇവിടുന്ന് ഹൈ ഇന്റൻസിറ്റി വേവ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് ബട്ട് മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താകുന്നുണ്ട്, ഇന്റൻസിറ്റി കുറഞ്ഞ് ഒരു മൊമെന്റ് എത്തുമ്പോഴേക്കും ഇന്റൻസിറ്റി വളരെ കുറഞ്ഞു, അടുത്ത മൊമെന്റ് എത്തുമ്പോഴേക്കും വേവ് തീരെ ഇല്ലാത്ത രീതി. അതായത് ഇവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊന്നും ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. സോ ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് പാസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിന് വരുന്ന സൗണ്ട് വേവിന് വരുന്ന സിഗ്നൽ ഡിസ്റ്റോഷനെയാണ് നമ്മൾ അറ്റോനേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് ഓഫ് സിഗ്നൽ ഓർ വേവ്. നമ്മുടെ വേവിന് വരുന്ന സിഗ്നൽ സ്ട്രെങ്ത്തിന്റെ റിഡക്ഷൻ. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ ഹൈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഈ അറ്റോനേഷൻ വരാം. അതേപോലെ നമ്മളൊരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്നു, ആ മെറ്റീരിയലിന് നല്ല അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഈ അബ്സോർപ്ഷൻ കാരണവും അറ്റോനേഷൻ വരാം. ഇനി ഞാൻ ഇവിടുന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ദൂരെയുള്ള നിങ്ങൾക്ക് കേൾക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്റെയും നിങ്ങളുടെ ഇടയിലുള്ള എയർ എന്ന് പറയുന്ന മീഡിയമാണ്. ഈ എയർ എന്ന് പറയുന്ന മീഡിയം ഒരു പെർഫെക്റ്റ് മീഡിയം അല്ല, ഒരു ഇംപെർഫെക്റ്റ് മീഡിയമാണ്. നമുക്കറിയാം എയറിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ പുറപ്പെടുവിക്കുന്ന സൗണ്ട് വേവ്സ് ഇതിനകത്തുള്ള ഇംപെർഫെക്റ്റ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് വേവിന് സ്കാറ്ററിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സൗണ്ട് വേവ് പല ഭാഗത്തേക്ക് ചിന്നിച്ചെതറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവസാനം എത്തുമ്പോഴേക്കും സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡും ഇന്റൻസിറ്റി ഒക്കെ വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ അറ്റനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ ക്യാരിയാണ്, മറ്റൊന്ന് സ്കാറ്ററിങ് ആണ്. ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ ഇംപെർഫെക്റ്റ് മീഡിയ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ അവിടെ സൗണ്ട് വേവിന് വരുന്ന ഈ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ സ്കാറ്ററിങ് ആൻഡ് അബ്സോർപ്ഷൻ ഇതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആണ്
അറ്റോനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോനേറ്റഡ് വേവ്, അതായത് ഒരു ഡിസ്റ്റൻസിൽ അറ്റോനേറ്റഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാ മനസ്സിലാക്കുക? ഞാനിപ്പോ ഇവിടുന്ന് പുറപ്പെടുവിച്ച ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത്രയും ഹയർ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു അല്ലെ. ഈ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് നോക്കിയാൽ ലാസ്റ്റ് നോക്കുമ്പോഴേക്കും മനസ്സിലാകുന്നുണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. അപ്പൊ ഈ അറ്റോനേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അറ്റോനേറ്റഡ് ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് അറിയാം, എത്രയാ? ഒരു ഹയർ ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ, A0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു സെഡ്. ആൽഫ എന്ന് പറയുന്നത് അറ്റോനേഷൻ കോഎഫിഷ്യന്റ് ആണ്. സെഡ് എന്ന് പറയുന്നത് മീഡിയത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കോസ്റ്റിക് ഇമ്പിഡൻസ് ആണ്. സോ ഞാൻ എയറിലൂടെയാണ് സൗണ്ട് വേവ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ സൗണ്ട് വേവിന് എത്ര അറ്റോനേഷൻ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡും അതുപോലെ തന്നെ എയർ എന്ന് പറയുന്ന മീഡിയത്തിന്റെ അക്കോസ്റ്റിക് ഇമ്പിഡൻസും അറിയാമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അറ്റോനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിഗ്നൽ ഡിസ്റ്റോർഷൻ. എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് എഫക്ട് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിംഗ്. ദെൻ വാട്ട് ഈസ് റിഫ്ലക്ഷൻ? എന്താ റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു വേവിനെ ഒരു മീഡിയത്തിലേക്ക് അയക്കുമ്പോൾ ആ മീഡിയത്തിൽ തട്ടി മുഴുവനായിട്ടും ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയും. നമ്മൾ കണ്ണാടിയിൽ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന ആംഗിളിന് സെയിം ആംഗിളിൽ റിഫ്ലക്ട് ചെയ്ത് വരും അല്ലെ? ഇല്ലേടാ, റിഫ്ലക്ഷൻ. അപ്പൊ റിഫ്ലക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ റീബൗൺസ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാലോ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സൗണ്ട് വേവ്സിനെ പാസ് ചെയ്യുമ്പോൾ മീഡിയം ചേഞ്ച് നടക്കും. അതായത് എയറിൽ നിന്നും വെള്ളത്തിലേക്കാണെങ്കിൽ എയറിലൂടെ പാസ് ചെയ്ത് ജസ്റ്റ് വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്യും. ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. ആ ബെൻഡിങ്ങിനെ നമ്മളൊരു പേര് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ. ഒരു ചെറിയ ബെൻഡിങ്ങോടുകൂടി അത് അടുത്ത മീഡിയത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന ഒരു കോഎഫിഷ്യന്റ്, വെൻ അക്കോസ്റ്റിക് ഇംപിഡൻസ് ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ നോൺ, ദെൻ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. അതായത് ഞാനിവിടെ ഒരു മീഡിയ എടുക്കുന്നു, മേലയിൽ വേറൊരു മീഡിയ ഉണ്ട്, എയർ എന്ന് പറയുന്ന മീഡിയ ഉണ്ട്. ഇവിടുന്ന് സൗണ്ട് വേവ് വരുന്നു മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ ഈ സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നമുക്കറിയാം റിഫ്ലക്ഷൻ ആണെങ്കിൽ ഈ പ്രതലത്തിൽ തട്ടി വന്ന ഇൻസിഡന്റ് ആംഗിളിന് സെയിം ആംഗിളിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ എയറിന്റെ അക്കോസ്റ്റിക് ഇംപിഡൻസ് എനിക്കറിയാം Z1, ഈ മീഡിയത്തിന്റെ അക്കോസ്റ്റിക് ഇംപിഡൻസ് Z2. ഇത് രണ്ടും എനിക്ക് അറിയാമെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു Z2 മൈനസ് Z1 ബൈ Z2 പ്ലസ് Z1 ഹോൾ സ്ക്വയർ. ദെൻ നമുക്കറിയാം റിഫ്ലക്ട് ചെയ്യുമെങ്കിലും 100% റിഫ്ലക്ഷൻ നടക്കുമോ? ഞാൻ ഇവിടുന്ന് സൗണ്ട് വേവ്സിനെ പാസ് ചെയ്യുന്നുണ്ടേ, പോട്ടെ, ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോ. നമുക്ക് കുറച്ചുകൂടി അറിയുന്നത് ലൈറ്റ് ആണല്ലോ. ഇത് ഒരു കണ്ണാടിയാണ്, ഇതൊരു മിററാന്ന് വെച്ചോ. ഞാൻ ഇവിടുന്ന് ലൈറ്റിനെ, നല്ല ഇന്റൻസിറ്റി ലൈറ്റിനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ഈ പ്രതലത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകും. നമുക്കറിയാം കണ്ണാടിയിൽ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വേവ്സ് റിഫ്ലക്ട് ചെയ്ത് പോകും. കംപ്ലീറ്റ് റിഫ്ലക്ഷൻ തന്നെയാണോ നടക്കുക? കുറച്ച് ട്രാൻസ്മിഷൻ നടക്കും കേട്ടോ, ചെറിയ രീതിയിലൊരു ട്രാൻസ്മിഷൻ നടക്കും. ഈ മീഡിയത്തിലേക്ക് ചെറിയ രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കും. സോ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വേവ് ഫോമും പ്രതലത്തിൽ തട്ടി സർഫസിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയല്ല ചെയ്യുന്നത്. ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എമൗണ്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിഷനും നടക്കും. അത് നമുക്കറിയാം. ഇവിടുന്ന് ഇങ്ങനെയാ വന്നെങ്കിൽ നോർമലായിട്ട് ചെറിയൊരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് റിഫ്രാക്ട് ചെയ്ത് പോവുക, സെയിം ആംഗിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കയറുമ്പോൾ 100% റിഫ്ലക്ഷനും നടക്കില്ല, അതേപോലെ 100% ട്രാൻസ്മിഷനും നടക്കില്ല. ഇനിയിപ്പോ നിങ്ങൾക്കറിയാം ലൈറ്റ് വെള്ളത്തിലേക്ക് അടിക്കുന്നു. ഞാനിവിടെ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെച്ചോ. ഒരു ബീക്കർ, ഇതിനകത്ത് ഫുള്ള് വെള്ളമാണുള്ളത്. ഞാൻ ഇതേ ലൈറ്റ് തന്നെ ഇവിടുന്ന് ഒരു ടോർച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ലൈറ്റ് അടിക്കുന്നേ. അപ്പോൾ ലൈറ്റ് വേവ്സ് എന്ത് ചെയ്യും, വെള്ളത്തിലേക്ക് വരും. എന്നിട്ടോ ലൈറ്റ് എന്താവും, വെള്ളത്തിലൂടെ കടന്നു പോകൂലേ? ഇല്ലേടാ. ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യല്ലേ, ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ ഇവിടുന്ന് അടിച്ച് കംപ്ലീറ്റ് ലൈറ്റും ട്രാൻസ്മിഷൻ തന്നെയാണോ നടക്കുക? കുറച്ച് ഇതിന്റെ സർഫസ് നിന്ന് റിഫ്ലക്ട് ചെയ്തും പോവും അല്ലേ? സോ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും ഒരു മീഡിയം ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് സൗണ്ട് വേവ്സിനെ പാസ് ചെയ്യുമ്പോൾ ഈ രണ്ട് മീഡിയത്തിന്റെയും ജംഗ്ഷൻ അല്ലെങ്കിൽ രണ്ട് മീഡിയത്തിന്റെയും ഇന്റർഫേസ് എന്ന് പറയുന്ന ഈ ഒരു മീറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് കുറച്ച് സൗണ്ട് വേവ്സ് എന്താവും, ഇൻസിഡന്റ് ആംഗിൾ, സെയിം ഇൻസിഡന്റ് ആംഗിൾ തന്നെ വേവ് ഒരു ബൗൺസിങ് നടക്കും. പിന്നെയോ കുറച്ച് സൗണ്ട് വേവ്സ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. ഈ ബാക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് റിഫ്ലക്ഷൻ എന്നും മീഡിയത്തിനകത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് ട്രാൻസ്മിഷൻ എന്നും പറയും. സോ ആ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് നമുക്ക് രണ്ട് മീഡിയത്തിന്റെയും അക്കോസ്റ്റിക് ഇംപിഡൻസ് അറിയാമെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് Z2 - Z1 by Z2 plus Z1 all square. Then ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 - R, അതായത് T R plus T എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് പ്ലസ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ R അറിയാമെങ്കിൽ T എങ്ങനെ കണ്ടുപിടിക്കാം? T is equal to 1 - R. നമുക്ക് ഇതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ജസ്റ്റ് എന്താണ് റിഫ്ലക്ഷൻ, എന്താണ് ട്രാൻസ്മിഷൻ, ഇതൊക്കെ ഓർത്തുന്നാൽ മതി. ഇനി റിഫ്രാക്ഷൻ ഞാൻ പറഞ്ഞു, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരുമ്പോ ടൈം ആയ ഓക്കെ ക്ലാസ് പറയാം. സോ ഇന്നത്തെ ആബ്സെന്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് അല്ലേ, വേറെ വന്നില്ല, 14, 25. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir.